ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും PSC ഐം അച്ചീവറിൻ്റെ ഫെബ്രുവരി 12, 13 തീയതികളിലെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ആ കറണ്ട് അഫയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2024 ഫെബ്രുവരി 13 കർഷകർ നടത്തുന്ന ഡൽഹി മാർച്ചിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ഡൽഹി ചലോ. ഡൽഹി ചലോ എന്ന പേരുള്ള മാർച്ചാണ് 2024 ഫെബ്രുവരി 13 കർഷകർ ഡൽഹിയിൽ നടത്തുന്നത്. 2024 ഫെബ്രുവരി 5 ദയാവധം സ്വീകരിച്ച മുൻ നെതർലാൻഡ്സ് പ്രധാനമന്ത്രി ആരാണ്? ഡ്രിസ് ഫൻ അഹദ്. നെതർലാൻഡ്സ് പ്രധാനമന്ത്രിയായിരുന്ന ഡ്രിസ് ഫൻ അഹദ് ആണ് 2024 ഫെബ്രുവരി 5 ദയാവധം സ്വീകരിച്ചത്. ഇദ്ദേഹം ഭാര്യ യൂജീനിയയ്ക്ക് ഒപ്പമാണ് ദയാവധം സ്വീകരിച്ചത്. 2002 ദയാവധത്തിന് നിയമപരമായി അനുമതി നൽകിയ രാജ്യമാണ് നെതർലാൻഡ്സ്. 2024 കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ് ഏതാണ്? കേരള യുണൈറ്റഡ് FC. കേരള യുണൈറ്റഡ് FC ക്ലബ്ബാണ് 2024 കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ്. ഫൈനലിൽ സാറ്റ് തിരൂരിനെയാണ് കേരള യുണൈറ്റഡ് FC തോൽപ്പിച്ചത്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയ ടീം ഏതാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയാണ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയ ടീം. ഇന്ത്യയെയാണ് ഓസ്ട്രേലിയ ഫൈനലിൽ തോൽപ്പിച്ചത്. ഓസ്ട്രേലിയൻ ബൗളർ മഹ്ലി ബിയർഡ്മാൻ ആണ് ഫൈനലിലെ താരം. ദക്ഷിണാഫ്രിക്കൻ ബൗളർ ക്വന മഹാക്കയാണ് ടൂർണമെന്റിലെ താരം. ഓസ്ട്രേലിയയുടെ 4ാമത്തെ അണ്ടർ 19 ലോകകപ്പ് കിരീടമാണ് ഇത്. കിടപ്പ് രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്നതിന് ആരോഗ്യ സർവകലാശാല നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? കെയർ കേരള. കെയർ കേരള എന്ന പദ്ധതിയാണ് കിടപ്പ് രോഗികളെ വീടുകളിലെത്തി പരിചരിക്കുന്നതിന് ആരോഗ്യ സർവകലാശാല നടപ്പിലാക്കുന്ന പദ്ധതി. സേവനം ചെയ്തു പഠിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ മുദ്രാവാക്യം. ചലച്ചിത്ര താരം മമത മോഹൻദാസ് ആണ് ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ. ഫെബ്രുവരി മുതൽ നിർബന്ധിത സൈനിക സേവനം നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? മ്യാൻമർ. മ്യാൻമർ രാജ്യമാണ് 2024 ഫെബ്രുവരി മുതൽ നിർബന്ധിത സൈനിക സേവനം നടപ്പാക്കിയ രാജ്യം. 18 മുതൽ 35 വയസ്സുവരെയുള്ള പുരുഷന്മാർക്കും 18 മുതൽ 27 വയസ്സുവരെയുള്ള സ്ത്രീകൾക്കും 2 വർഷമാണ് നിർബന്ധിത സൈനിക സേവനം നടപ്പിലാക്കിയത്. വയനാട്ടിലെ മാനന്തവാടിയിൽ 2024 ഫെബ്രുവരിയിൽ ഇറങ്ങിയ കാട്ടാനയുടെ പേരെന്താണ്? ബേലൂർ മഗ്ന. ബേലൂർ മഗ്ന എന്ന കാട്ടാനയാണ് വയനാട്ടിലെ മാനന്തവാടിയിൽ 2024 ഫെബ്രുവരിയിൽ ഇറങ്ങിയത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വ്യക്തികൾക്ക് പാസ്പോർട്ട് ഉള്ളത് ഏത് സംസ്ഥാനത്തിലാണ്? കേരളം. കേരളത്തിലാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വ്യക്തികൾക്ക് പാസ്പോർട്ട് ഉള്ളത്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പാസ്പോർട്ടുള്ള സംസ്ഥാനവും കേരളമാണ്. ദക്ഷിണ റെയിൽവേയിലെ ആദ്യ ട്രാൻസ് TTE ആയി നിയമിതയായ വ്യക്തി ആരാണ്? സിന്ധു ഗണപതി. സിന്ധു ഗണപതിയാണ് ദക്ഷിണ റെയിൽവേയിലെ ആദ്യ ട്രാൻസ് TTE ആയി നിയമിതയായ വ്യക്തി. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹംഗറിയിലെ വനിതാ പ്രസിഡന്റ് ആരാണ്? കാതലിൻ നൊവാക്. കാതലിൻ നൊവാക് ആണ് 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹംഗറിയിലെ വനിതാ പ്രസിഡന്റ്.
ഹംഗറിയിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റും ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റുമായിരുന്നു കാതലിൻ നൊവാക്ക്. തടവിൽ കഴിഞ്ഞിരുന്ന 8 മുൻ ഇന്ത്യൻ നാവികരെ 2024 ഫെബ്രുവരിയിൽ വിട്ടയച്ച അറബ് രാജ്യം ഏതാണ്? ഖത്തർ. ഖത്തറാണ് തടവിൽ കഴിഞ്ഞിരുന്ന 8 മുൻ ഇന്ത്യൻ നാവികരെ 2024 ഫെബ്രുവരിയിൽ വിട്ടയച്ച അറബ് രാജ്യം. സംസ്ഥാനത്ത് ഏത് വിഭാഗത്തിൽപ്പെട്ട കാർഡുടമകൾക്കാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത്? BPL-ഉം AAY-യും. സംസ്ഥാനത്ത് BPL, AAY അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽപ്പെട്ട കാർഡുടമകൾക്കാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയത്. ഏത് സംസ്ഥാനത്തിലെ ഗവർണറാണ് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ വിസമ്മതിച്ചത്? തമിഴ്നാട്. തമിഴ്നാട് സംസ്ഥാനത്തിലെ ഗവർണറാണ് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ വിസമ്മതിച്ചത്. തമിഴ്നാട് ഗവർണർ RN രവി നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ വിസമ്മതിച്ചതിനാൽ സ്പീക്കർ M അപ്പാവു ആണ് നയപ്രഖ്യാപന പ്രസംഗം വായിച്ചത്. ഇന്ത്യയിൽ വൈദ്യുത കോപ്റ്ററുകൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്ന കമ്പനി ഏതാണ്? മാരുതി സുസുക്കി. പ്രമുഖ കാർ നിർമ്മാണ കമ്പനിയായ മാരുതി സുസുക്കിയാണ് ഇന്ത്യയിൽ വൈദ്യുത കോപ്റ്ററുകൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്ന കമ്പനി. ഹെലികോപ്റ്ററുകളേക്കാൾ ചെറുതും ഡ്രോണുകളേക്കാൾ വലുതുമായ ഈ കോപ്റ്ററുകളിൽ 3 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പട്ടികവർഗ വിഭാഗത്തിലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? കാറ്റാടി പദ്ധതി. പട്ടികവർഗ വിഭാഗത്തിലെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് കാറ്റാടി പദ്ധതി. 2024 നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ്? തോമസ് ചാഴിക്കാടൻ. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തോമസ് ചാഴിക്കാടനാണ് 2024 നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി. LDF-ലെ കേരള കോൺഗ്രസ് M സിറ്റിംഗ് MP ആണ് തോമസ് ചാഴിക്കാടൻ. 2024 നടന്ന ആഫ്രിക്കൻ നേഷൻസ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഏതാണ്? ഐവറി കോസ്റ്റ്. ഐവറി കോസ്റ്റ് ആണ് 2024 നടന്ന ആഫ്രിക്കൻ നേഷൻസ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം. നൈജീരിയയാണ് ഐവറി കോസ്റ്റ് ഫൈനലിൽ തോൽപ്പിച്ചത്. ഐവറി കോസ്റ്റിന്റെ 3ാമത് കിരീടമാണ് 2024 നേടിയത്. ഐവറി കോസ്റ്റിലെ അബിദ്ജാൻ പട്ടണത്തിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത്. നൈജീരിയയുടെ വില്യം ട്രൂസ്റ്റ് എക്കോങ് ആണ് കളിയിലെ മികച്ച താരം. 2023 ഇന്ത്യയിൽ റോഡപകടങ്ങളിൽ 3ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. കേരളമാണ് 2023 ഇന്ത്യയിൽ റോഡപകടങ്ങളിൽ 3ാം സ്ഥാനത്തുള്ള സംസ്ഥാനം. തമിഴ്നാട്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് 2, 3 സ്ഥാനങ്ങളിൽ. മുതിർന്ന പൗരന്മാരെ നോക്കാത്ത അവകാശികൾക്ക് തടവും പിഴയും വിധിക്കുന്നതിന് പുതുതായി രൂപീകരിക്കുന്ന ബിൽ ഏതാണ്? കേരള സീനിയർ സിറ്റിസൺസ് ബിൽ. മുതിർന്ന പൗരന്മാരെ നോക്കാത്ത അവകാശികൾക്ക് തടവും പിഴയും വിധിക്കുന്നതിന് പുതുതായി രൂപീകരിക്കുന്ന ബില്ലാണ് കേരള സീനിയർ സിറ്റിസൺസ് ബിൽ. നിയമ പരിഷ്കരണ കമ്മീഷനാണ് ഈ ബിൽ തയ്യാറാക്കിയത്. 6 മാസം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷയായി ലഭിക്കുക. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി സ്റ്റേറ്റ് സീനിയർ സിറ്റിസൺസ് കമ്മീഷനും രൂപീകരിക്കും. മുതിർന്ന പൗരന്മാരോട് ക്രൂരമായി പെരുമാറിയാൽ 3 വർഷം തടവും പിഴയുമാണ് ശിക്ഷ.
ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, കണക്ക്, മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്കായി കേന്ദ്ര ശാസ്ത്ര മന്ത്രാലയം തയ്യാറാക്കിയ പോർട്ടലിന്റെ പേരെന്താണ്? സ്വാതി. സ്വാതി എന്നു പേരുള്ള പോർട്ടലാണ് ശാസ്ത്രം, സാങ്കേതികവിദ്യ, എഞ്ചിനീയറിംഗ്, കണക്ക്, മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്കായി കേന്ദ്ര ശാസ്ത്ര മന്ത്രാലയം തയ്യാറാക്കിയ പോർട്ടൽ. സയൻസ് ഫോർ വിമൻ, എ ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ എന്നതാണ് സ്വാതിയുടെ പൂർണ്ണ രൂപം. 2024 ഫെബ്രുവരിയിൽ എത്ര പ്രദേശങ്ങളെയാണ് ഇന്ത്യ പുതുതായി റാംസർ സൈറ്റുകളായി പ്രഖ്യാപിച്ചത്? 5. 2024 ഫെബ്രുവരിയിൽ ഇന്ത്യ 5 പുതിയ പ്രദേശങ്ങളെയാണ് റാംസർ സൈറ്റുകളായി പ്രഖ്യാപിച്ചത്. ഇതോടെ ഇന്ത്യയിൽ റാംസർ സൈറ്റുകളുടെ എണ്ണം 80 ആയി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. അംഗസമുദ്ര പക്ഷി സംരക്ഷണ കേന്ദ്രം കർണാടകയിലെ. അകനാശിനി അഴിമുഖം കർണാടക. മഗഡിക്കേരെ കൺസർവേഷൻ റിസർവ് കർണാടക. കരൈവെട്ടി പക്ഷി സങ്കേതം തമിഴ്നാട്. ലോങ്വുഡ് ഷോല റിസർവ് ഫോറസ്റ്റ് തമിഴ്നാട് എന്നീ 5 പ്രദേശങ്ങളെയാണ് പുതിയ റാംസർ സൈറ്റുകളായി ഇന്ത്യ പ്രഖ്യാപിച്ചത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.